ഹായ് ഹലോ പിള്ളേർക്ക് നമ്മുടെ മറ്റൊരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ നിർത്തേണ്ടതായിട്ടും വന്നു. എനിക്ക് വയ്യാണ്ടായതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് വീഡിയോസ് എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ടൊക്കെ ആട്ടോ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ പതിയെ നമ്മളുടെ വീഡിയോസൊക്കെ നന്നായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ ഇതാ ഇന്ന് കുഞ്ഞൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ, കഴുകിയിടാൻ വേണ്ടി കുറേ കിടപ്പുണ്ട്. അതിനകത്ത് കുഞ്ഞിൻ്റെ യൂണിഫോം ഒന്ന് കഴുകിയിടാമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആൾക്ക് നാളത്തേക്കിടെ യൂണിഫോം ഇല്ല കേട്ടോ, അപ്പോൾ അതൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെയാണെങ്കിൽ വാഴയൊക്കെ ഒരു പരുവായിട്ട് കിടക്കുക കേട്ടോ, ഒടിഞ്ഞിങ്ങനെ. നല്ല വെയിലല്ലേ, ഇപ്പോഴത്തെ വെയിലത്ത് നമുക്ക് പോലും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ വാഴയൊക്കെ വെള്ളമൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒടിഞ്ഞ് താഴോട്ടൊക്കെ ഇങ്ങനെ ചാഞ്ഞൊക്കെ കിടക്കുക. ഇതൊക്കെ വെട്ടി മാറ്റണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പറ്റത്തില്ല. എനിക്കിപ്പോൾ പറ്റാത്ത അവസ്ഥയാണല്ലോ. അന്ന് കുറേ വെട്ടി മാറ്റിയായിരുന്നു, ഇതൊട്ട് ഒടിഞ്ഞൊക്കെ വീണും ചാഞ്ഞൊക്കെ കിടക്കും. കാരണം മണ്ണും ഇല്ല കേട്ടോ അവിടെ ഇങ്ങനെ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെട്ടി മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് അന്ന് വെട്ടി മാറ്റിയതിൻ്റെ വേദനയായിരുന്നു എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ട് കൂടിയത്. അങ്ങനെ പിന്നെ അതെല്ലാം തുണിയെല്ലാം കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ഞാൻ എക്സസൈസ് ചെയ്യുക കേട്ടോ. രാവിലെയും രാത്രിയിലും എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ജനാല പിടിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ജനാല ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് ആഞ്ഞ് നിൽക്കണം. അപ്പോൾ നമ്മുടെ നടുവിന് നല്ലൊരു വലിവൊക്കെ വരും കേട്ടോ. അങ്ങനെ അത് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ട് ചെയ്തിട്ട് ശരിയാവുന്ന രീതിയിൽ തൂണത്തിൽ ഞാനൊരു കുഞ്ഞൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ജനാല പിടിച്ചിങ്ങനെ ആഞ്ഞു നിൽക്കാൻ എനിക്ക് പേടിയാണ്. ഒരുപക്ഷെ ഞാനിങ്ങനെ നമ്മൾ നല്ല ബലം കൊടുത്തല്ല ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ജനാലയും കൊണ്ട് ഞാൻ നടുപിടിച്ച് നിലത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമതേ നടുവിന് പ്രശ്നം, അതിനൂടെ പിന്നെയും അതൊരു പ്രശ്നം ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് ഇപ്പോൾ ജനാല പിടിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, എനിക്ക് അത് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നീട് കുഞ്ഞൻ പറഞ്ഞു ഇന്ന് നമുക്ക് ഫുഡ് വെളിയിൽ നിന്ന് മേടിക്കാം, എന്തെങ്കിലും ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ. കുഞ്ഞിന് വന്നപ്പോഴേ കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ തുണിയെല്ലാം കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ നിർബന്ധിച്ച് വേണ്ട 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 എന്നും പറഞ്ഞിട്ട് പിന്നീട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പുറത്തുനിന്ന് മേടിക്കാം. ഞാനും കൂടെ ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോയി നിന്ന് ആൾക്ക് വയ്യെങ്കിലും എൻ്റെ കൂടെ വന്ന് നിൽക്കും. ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെയും വേദന കൂടും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ശരി വെളിയിൽ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പൊറോട്ട വേണ്ടാന്ന് ഞാനിങ്ങനെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമുക്ക് ഇനിയിപ്പം കുറേ നാൾ കഴിക്കണ്ട എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും മേടിച്ചു കേട്ടോ. കുറേ പേര് പറയുന്നുണ്ട് ഇപ്പം പുറത്തുനിന്നാണ് ഫുള്ള് ഫുഡടി നിങ്ങൾ പുറത്തുനിന്നാണെന്ന്. എന്ത് ചെയ്യാനാണ്, സാഹചര്യം അങ്ങനെ ആയിപ്പോയതുകൊണ്ടാട്ടോ. നമുക്കിപ്പം വല്ലപ്പോഴും നമ്മൾ കൊതി തോന്നുമ്പോഴായിരുന്നു പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത്. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വേണ്ടാന്ന് തോന്നിയാലും മേടിച്ചു പോകുന്നൊരവസ്ഥയാണ്. അന്നേരം ഇതിനൊക്കെ ഒന്ന് തരണം ചെയ്ത് വന്നിട്ട് വേണം ഹെൽത്തൊക്കെ നല്ല രീതിയിൽ നോക്കാൻ. എന്ത് ചെയ്യാനാ, ഫുഡ് വെളിയിൽ നിന്ന് മേടിക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് മിക്കപ്പോഴും വയറിനും പ്രശ്നം വരുന്നുണ്ട് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ. അതൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും ഫുഡിനെ കുറ്റം പറയുന്നു എടുക്കുന്നു. പക്ഷേ നമ്മൾ നല്ല ഫുഡിന് നല്ല ഫുഡെന്ന് തന്നെ പറയും കേട്ടോ. ഇന്ന് മേടിച്ച ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി അടിപൊളിയായിരുന്നു. നമ്മൾ സാധാരണ ഉള്ള ചിക്കൻ കറി അല്ല കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഞാൻ ഇങ്ങനത്തെ ടേസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്തിരിങ്ങ മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ദിവസം അത് വെച്ചിരുന്ന ചീത്തയായി പോയില്ല. അതുകൊണ്ട് പിന്നെ കുറച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞൻ പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ മഞ്ഞപ്പൊടിയിൽ ഉപ്പിലാക്കിയിട്ട് വെച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കഴുകാമെന്ന് പറഞ്ഞു. ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ അരി കുറച്ചെടുത്ത് നമ്മൾ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിനല്ല ദോശയ്ക്ക് ഇഡലിക്ക് എടുക്കാമെന്ന്, അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടിരുന്നു. അന്നേരം ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞൻ പറഞ്ഞത് ഇനി ഇതൊക്കെ ചെയ്യണം, അത്രയും നേരം നീ പിന്നെയും നിൽക്കണം, അതുകൊണ്ട് നിനക്ക് പിന്നെയും വേദന കൂടും, അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ ഒരു കാരണം ഇതൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അത് അരച്ച് വെച്ചു. പകുതി ആയപ്പോഴത്തേക്ക് ഇത് നിന്നുപോയി മിക്സി, കാരണം ഓവർലോഡ് ആയപ്പോഴത്തേക്ക്. പിന്നീട് ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് വന്ന് അതൊന്ന് അരച്ചൊക്കെ എടുത്തു. പിന്നെ അവിടേക്കൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി വെള്ളം തൊട്ടൊക്കെ ഒന്ന് കഴുകിയൊന്നും എടുത്തു കേട്ടോ. അവിടെ എല്ലാം മാവ് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങനെ കിടന്നാൽ പിന്നീട് ഒരു പാട് പോലെ അങ്ങനെ കിടക്കുക. അതുകൊണ്ട് പിന്നെ ഒന്ന് വെള്ളം തൊട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ അവിടെ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഇത് കാണുമ്പോൾ എന്നെ മിക്കവാറും ചീത്ത വിളിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും എന്നെ വഴക്ക് പറയും, ഇങ്ങനെ നീ നിൻ്റെ ശരീരം നോക്ക്, നീ ഇങ്ങനെ വെറുതെ കിടന്ന് പണിയെടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വൃത്തിയേടാക്കിയിടാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് എന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുന്നതേ ഇല്ല, എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമ്മളെ വീടെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇടണമല്ലോ. അങ്ങനെ അങ്ങ് ചെയ്യുന്നതാട്ടോ.
പിന്നെ ഒരു കാര്യം, നമ്മുടെ ഫാമിലി മെമ്പറായ അശ്വതി ഹരീഷിൻ്റെ മകളായ ആത്മിക മോളുടെ ബർത്ത്ഡേ ആണ് മാർച്ച് 16 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ജിനി മോളുടെ ബർത്ത്ഡേ മാർച്ച് 16 ജിനിയുടെ മകനായ നിഖിൽ ഗോപൻ്റെ ബർത്ത്ഡേ മാർച്ച് 17 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നമ്മൾ അറിയിക്കുകയാണ് ആത്മിക മോൾക്കും ജിനിക്കും നിഖിൽ ഗോപനും. അപ്പോൾ 3 പേരും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദൈവം ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ 2 മക്കൾക്ക് എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റ ബൈ വിത്ത് സീ യു.